മോളെ, എന്താ ചേച്ചി? ബിസ്ക്കറ്റ് കഴിക്കുന്നോ? ഇന്ന ബിസ്ക്കറ്റ്. താങ്ക്സ് ചേച്ചി. പോലീസ് വരുന്നുണ്ട്, വേഗം പോകാം. വിടുവാടാ. ഈ ചാക്കിനുള്ളിൽ എന്തുവാ? ചവറാണ് സാർ. ഇതിൽ നിന്ന് ചോര വരുന്നേ? അത് തുറന്നേ. തുറക്കാനാ പറഞ്ഞത്. ഇതാ സാർ. പോ പോ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇന്നലെയും കൂടി ഒരു കുട്ടി ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇവരൊക്കെ എന്തിനാണ് 8 വയസ്സുള്ള കുട്ടികളെ മാത്രം കിഡ്നാപ്പ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും കാരണം? അതുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ മോളെ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ അയക്കേണ്ടെന്ന്. ഹലോ അനു, ഞാൻ നിന്നോട് നേരത്തെ തന്നെ കാര്യം പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കണ്ട. മര്യാദയ്ക്ക് സ്കൂളിൽ അയക്കാം. കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഈസ് ഇറ്റ്? അനു, നീ വീട്ടിലേക്ക് വെക്കോ സർ. മോ. എന്നാ മോളെ? താങ്ക്സ് ആന്റി. നോട്ട് Hello, doctor. ചെയ്തല്ലേ? നോട്ട് ചെയ്തു മാഡം. യെസ് സർ. കുട്ടിയുടെ റിപ്പോർട്ട് വന്നോ? ആ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സർ. കുട്ടിയെ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? നോ സർ. അപ്പൊ ഓർഗൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണോ? ഓർഗൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത് കുഞ്ഞിന്റെ ശരീരത്തിൽ ഹൃദയമില്ല സർ. ഇക്കാലത്ത് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ല. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ്സും ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തരൂ, ഞാൻ എന്താന്ന് നോക്കാം. ശരി. ആ ഓക്കെ ഓക്കെ ശരി, ഞാൻ നോക്കിക്കോളാം. സർ, മാഡമാണ് നമ്മുടെ CI സാറിന്റെ വൈഫ്. നമസ്കാരം, ഇരിക്കൂ. നമസ്കാരം സാർ. ഡോക്ടർ, എന്റെ മോൾക്ക് നല്ല പനിയുണ്ട്. ശരിക്ക് ഭക്ഷണവും കഴിക്കുന്നില്ല.
കുട്ടിയുടെ പേരെന്താണ്? പൂജ. പൂജ. വയസ്സെത്രയായി? 8 വയസ്സാകുന്നു. ടാബ്ലറ്റ് എഴുതി തരാം. ആ. ഒരു 2 ദിവസം കൊടുക്കൂ. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നോളൂ. ഓക്കെ ഡോക്ടർ. ആ. താങ്ക് യു. എന്നാ ആയിക്കോട്ടെ, വരൂ. ഹലോ സാറേ, ഞാൻ കുന്നംകുളത്തുനിന്ന് സംസാരിക്കുന്നത്. സാറേ, പാടത്ത് ഇവിടെ ഒരു കുട്ടി മരിച്ചു കിടപ്പുണ്ട്. ഡെഡ് ബോഡി എത്ര മണിക്കാ കണ്ടത്? വെളുപ്പിന് 5 മണിക്ക് കണ്ടതാ സാറേ. രാത്രി 11 മണിക്ക് പാടത്തേക്ക് വെള്ളം വിടാൻ വന്നിരുന്നു. അപ്പോൾ ഡെഡ് ബോഡി ഒന്നുമില്ല. വെളുപ്പിന് 5 മണിക്ക് വെള്ളം തുറന്നിടാൻ വന്നപ്പോഴാണ് ഡെഡ് ബോഡി കണ്ടത്. ശരി, നിങ്ങൾ വെക്കലോ. അപ്പോ രാത്രി 11 മണിക്കും വെളുപ്പിന് 5 മണിക്കും ഇടയിലായിരിക്കണം കൊലയാളി ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്. അതെന്തിനാ സാർ ആ നേരത്ത്? ആ സമയത്താണ് ഇവിടെ പലപ്പോഴും കറണ്ട് കട്ടാവുന്നത്. CCTV-യിൽ പെടാതെ കൊലയാളി ബുദ്ധിപൂർവ്വം നടത്തിയ ഒരു നീക്കമാണിത്. ഈ അടുത്ത പരിസരമെല്ലാം നല്ലപോലെ ഒന്ന് നിരീക്ഷിക്കണം. രാത്രി എന്തോ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച പോലെ ഉണ്ട് സാർ. ഈ കേക്കും ഫ്രഷ് ആണ്. സർ, ഈ കൊലയാളി ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. ഇത്രയും ക്രൂരായ രീതിയിൽ കുട്ടികളെ കൊല്ലുന്ന അവന്റെ മോട്ടോ എന്താണെന്ന് അറിയുന്നില്ലല്ലോ. ഇതെല്ലാം കാശിന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ ഹൃദയം ആരെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. ഹൃദയം എടുത്താൽ 6 മണിക്കൂറിനുള്ളിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണം. റഫീഖ്, സർ. സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും റീസെന്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തെന്ന് നോക്കണം. യെസ് സർ. പ്രധാനമായിട്ടും 8 വയസ്സുള്ള കുട്ടികൾക്ക്. ആ, അതുപോലെ ഈ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്ത ആൾക്കാരോട് സ്റ്റേഷനിൽ വരാൻ പറയണം. വണ്ടി എടുക്കുക. ഓക്കെ സർ. എല്ലാവരും ഇവിടെ ഒന്ന് നിന്നേ. വാ സാറേ, ഇന്നലെ പാടത്തിന്റെ സൈഡിലിരുന്ന് ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത് യുവമാരെ കൂടിയാ. സർ ബർത്ത്ഡേ എന്റെ ആയിരുന്നു സർ. പക്ഷെ അവിടെ വെള്ളടിക്കാനുള്ള ഐഡിയ ഇവന്റേതായിരുന്നു സർ. എന്താ പറയുന്നേ? സർ, ബീലടിക്കാൻ പറഞ്ഞ ഞാനാ സർ. പക്ഷെ ഡെഡ് ബോഡിക്ക് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല സർ. സാർ, ഞങ്ങൾ കള്ളുപിടിച്ച കാര്യം വീട്ടിലറിഞ്ഞ് ഞങ്ങൾ കൊന്നുകളയും സാർ. പറയല്ലേ സാറേ. ഇന്നലെ രാത്രി ഒരു വീഡിയോ എടുത്തിരുന്നു സർ. എല്ലാം എന്റെ ഫോണിൽ തന്നെ ഉണ്ട്. വേണമെന്ന് കണ്ടു നോക്ക് സർ. ഡാ, ആ ഫോണിൽ തന്നെ. എന്നാ സർ. വെള്ളടിച്ച് സെലിബ്രേറ്റ് ചെയ്യാം സർ. ചെല്ലടാ ഓ. താങ്ക് യു സർ. അവിടെ നിന്നേ. സർ. ആ മൊബൈലിൽ നിന്നേ. എന്നാ സർ. സർ, ഇത് സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂൾ വാനാ.